വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. CUT PG എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു NTA നടത്തുന്ന എക്സാമാണ് CUT PG എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഇനി +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും അവരുടെ UG കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ഡിഗ്രി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് CUT UG എൻട്രൻസ് എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ അവിടെ UG ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക 3 സെഷൻസ് ആയിട്ടായിരിക്കും. ഒന്ന് ജനറൽ പാർട്ടായിരിക്കും, മറ്റേത് ഏതാണോ ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതായിരിക്കും. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ, ഈ UG ഒക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് അതിൻ്റെ കടമ്പകൾ, അല്ലെങ്കിൽ ഇപ്പോൾ PG മാത്രമാണോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുക? അങ്ങനെയല്ല. നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ CUT എക്സാം പാസ്സായാൽ, അതായത് CUT UG എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു UG കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ സിലബസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം കേട്ടോ. സൈക്കോളജിയിലെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് മാത്രം നിങ്ങൾ നോക്കി പോകേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ഒരു വായന കൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് നോക്കിയേ. മൊത്തം നിങ്ങൾക്കുള്ളത് അതിൻ്റെ എണ്ണമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം അല്ലേ? ഓക്കെ, സൈക്കോളജി ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് എന്താണ്? വാരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ്? യൂണിറ്റ് എയിംസ് അറ്റ് സ്റ്റഡിങ് ഹൗ പീപ്പിൾ ഡിഫർ വിത്ത് റെസ്പെക്ട് ടു ദെയർ വാരിയസ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിലുള്ള ഡിഫറൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ്, എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ അസസ് ചെയ്യുക, അതുപോലെ ഇൻ്റലിജൻസ് എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ്റലിജൻസ് എന്താണ്, പിന്നെ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് തിയറീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, അതുപോലെ കൾച്ചറൽ ഇൻ്റലിജൻസ്, പിന്നെ സ്പെഷ്യൽ അബിലിറ്റീസ്, പിന്നെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ്, അതിൻ്റെ നേച്ചർ എന്താണ്, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്താണ് ക്രിയേറ്റിവിറ്റി തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. പിന്നെ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കി വെക്കേണ്ടി വരും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടേംസ് മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ പറയുകയാണെങ്കിൽ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. ഓക്കെ, സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞു, സൈക്കോളജിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റഡി ദ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, എങ്ങനെയൊക്കെയാണ് പേഴ്സണാലിറ്റി അസസ് ചെയ്യുക, എന്താണ് സെൽഫ് എസ്റ്റീം, എന്താണ് സെൽഫ് എഫിക്കസി, എന്താണ് സെൽഫ് റെഗുലേഷൻ. ഓക്കെ, പിന്നെ കൾച്ചർ ആൻഡ് സെൽഫ്, കൺസെപ്റ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി എന്താണ്, അപ്രോച്ചസ്, അതായത് എന്താണ് ടൈപ്പ് ആൻഡ് ട്രെയ്റ്റ്, പിന്നെ സൈക്കോഡൈനമിക് അപ്രോച്ച് എന്താണ്, അതായത് ടൈപ്പ് അപ്രോച്ചും ട്രെയ്റ്റ് അപ്രോച്ചും ആണ് കേട്ടോ. പിന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ബിഹേവിയറൽ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ്, അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. ഓക്കെ, ഇത് ചോദിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സും അതുപോലെ തന്നെ ബിഹേവിയറൽ അനാലിസിസും ആണ്, ആൻഡ് പ്രൊജക്റ്റീവ് മെഷേഴ്സ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നോക്കിയേ, മീറ്റിംഗ് ലൈഫ് ചാലഞ്ചസ്. നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് വരുമ്പോൾ അതിനെങ്ങനെയാണ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 3rd ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ഡീൽസ് വിത്ത് ദ നേച്ചർ ഓഫ് സ്ട്രെസ് ആൻഡ് ഹൗ റെസ്പോൺസസ് ടു സ്ട്രെസ്. അതായത് എന്താണ് സ്ട്രെസ്സ്, എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സിനെതിരെ ഡീൽ ചെയ്യുക, സ്ട്രെസ്സിന് എങ്ങനെയാണ് ഡീൽ ചെയ്യുക, ഡിപ്പെൻഡ്സ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് അപ്രൈസൽ ഓഫ് സ്ട്രെസ്സസ്. പിന്നെ സ്ട്രെസ്സിന് എങ്ങനെയാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസും ഒക്കെ കുറച്ച് പഠിക്കാനുണ്ടായിരിക്കും. എങ്ങനെയാണ് സ്ട്രെസ്സ് ഡീൽ ചെയ്യുക, അതിൻ്റെ നേച്ചറും ടൈപ്പും, പിന്നെ അത് സോഴ്സസും, എങ്ങനെയാണ് സ്ട്രെസ്സ് സംഭവിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ സോഴ്സസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അതിൻ്റെ സൈക്കോളജിക്കൽ എഫക്ട്സ്, അതായത് സ്ട്രെസ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ സൈക്കോളജിക്കലി എങ്ങനെയാണ് ബാധിക്കുന്നത്, സൈക്കോളജിക്കൽ ഫങ്ഷൻസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സ്, പിന്നെ
പ്രൊമോട്ടിങ് പോസിറ്റീവ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അല്ലേ. നമ്മൾ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ വരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിസോർഡേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. എന്താണ് നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന് പറയുക? എന്തായിരിക്കും നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന് പറയുന്നത് അല്ലേ? ഒരു നോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കുന്ന കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൾച്ചർ അംഗീകരിക്കുന്ന കുറച്ച് ബിഹേവിയേഴ്സ് നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മളൊരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറയാം. അതിനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ അബ്നോർമൽ അല്ലെങ്കിൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മേജർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൂഡ് ഡിസോർഡേഴ്സ്, സ്കീസോഫ്രീനിക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ ബിഹേവിയറൽ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള വളരെ കുറച്ച് ഡിസോർഡേഴ്സ് മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത 5ാമത്തെ ചാപ്റ്ററിൽ തെറാപ്യൂട്ടിക് അപ്രോച്ചസിനെ കുറിച്ച് പഠിക്കാൻ പറയുന്നുണ്ട്. എന്താണ് ഗോൾസ് ആൻഡ് ടെക്നിക്സ്, എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ട്രീറ്റിംഗ് സൈക്കോളജിക്കൽ ഡിസോർഡർ. ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ മുന്നത്തെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്, അതൊക്കെയാണ് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 6ാമത്തെ ചാപ്റ്ററിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യത്തിനോടുള്ള നമ്മുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ, അതിനൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുക അല്ലേ. ഇപ്പം നമ്മൾ ചിലർക്ക് ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളതിനെ വളരെ ഇഷ്ടത്തോടു കൂടി അപ്രോച്ച് ചെയ്യും. ചിലർക്കാണെങ്കിൽ ഡോഗ്സ് വളരെയധികം അലർജി ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. എന്താണ് ആറ്റിറ്റ്യൂഡ്, പിന്നെന്താണ് കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് പ്രോ സോഷ്യൽ ബിഹേവിയർ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ, പിന്നെ സോഷ്യൽ കോഗ്നിഷൻ എന്താണ്, ആട്രിബ്യൂഷൻ എന്താണ് സ്കീമാസ്, സ്റ്റീരിയോ ടൈപ്സ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ നേച്ചർ ആൻഡ് കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ റീഡിങ്ങിൽ തന്നെ മനസ്സിലാവുന്ന വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ. ഓക്കെ, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത്, പിന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണ് പ്രെജുഡീസ്, ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒറ്റ വായന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. പിന്നെ അടുത്ത ചാപ്റ്റർ വരുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൽ അല്ലേ. നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഡെവലപ്മെൻറ്റ് കാര്യങ്ങളുണ്ട്, ജീൻ വഴി കിട്ടുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ പിന്നീട് വരുന്ന നമ്മളെ എൻവയോൺമെൻറ്റ് വഴി, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്മുടെ പാരൻസ് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ ഡെവലപ്മെൻറ്റിൽ എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എന്താണ് എന്താണ് ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ ഡൈനാമിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണ്, കൺഫോമിറ്റി, ഒബീഡിയൻസ് ആൻഡ് കോംപ്ലിയൻസ്. ഈ 3 ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടായിരിക്കണം. ഓപ്ഷൻസിൽ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ്, അതായത് നമുക്ക് കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അല്ലേ, നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് അതിനെങ്ങനെയാണ് കോപ്പ് ചെയ്യുക, അതിന് റെസൊല്യൂഷൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ കൺഫേമിറ്റി, ഒബീഡിയൻസ് ആൻഡ് കോംപ്ലിയൻസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട 3 ടേംസാണിത്. അതെന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, എന്താണ് കോപ്പറേഷനും കോമ്പറ്റീഷനും. കാഴ്ചയിൽ ഒരുപോലെയുള്ള കുറേ വേർഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നേച്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, പിന്നെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ സൈക്കോളജി ആൻഡ് ലൈഫ് എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. ഈ യൂണിറ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് സം ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്, അതായത് സോഷ്യൽ ഇഷ്യൂസ് ആണ്. ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ആൻഡ് റിലേഷൻഷിപ്പ്, എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓൺ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു എൻവയോൺമെൻറ്റ് നമ്മളെ ബിഹേവിയറിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത്. അതിൽ വരുന്നത് നോയ്സ്, പൊല്യൂഷൻ, ക്രൗഡിങ്, നാച്ചുറൽ ഡിസാസ്റ്റർ, അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ അഗ്രഷൻ, വയലൻസ് ആൻഡ് പീസ്, ഇതൊക്കെ എന്താണ് ടേംസ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഒരുപോലെ തോന്നിച്ചേക്കാം. പക്ഷേ എന്താണ് അഗ്രഷൻ, വയലൻസ് ആൻഡ് പീസ് എന്നുള്ളത് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഡിസ്ക്രിമിനേഷൻ, പോവർട്ടി, ഹെൽത്ത് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ടെലിവിഷൻസ് ഓൺ ബിഹേവിയർ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ഈ മാറുന്ന ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ആസ് എ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഹേവിയറിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പറ്റുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ ഡെവലപ്പിംഗ് സൈക്കോളജിക്കൽ സ്കിൽസ്. അപ്പോൾ ഇതിലെന്താണ് വരിക? യൂണിറ്റ് ഡീൽസ് വിത്ത് സം എഫക്റ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ ഏതൊക്കെ സ്കിൽസാണ് വരുന്നത്? എഫക്റ്റീവ് സൈക്കോളജിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷണൽ സ്കിൽസ്, ഇൻ്റർവ്യൂയിങ് സ്കിൽസ്, ടെസ്റ്റിംഗ് സ്കിൽസ്, കൗൺസിലിങ്, എംപതി, അങ്ങനെയുള്ള കുറച്ച് സ്കിൽസ് നമുക്ക് ആവശ്യമാണ് അല്ലേ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളോട് എമ്പതി കാണിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകളെ കേൾക്കണം, എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, സൈക്കോളജിക്കൽ സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കൊന്നും വേണ്ട. എല്ലാത്തിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനായിട്ട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഒരു UG കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടിൽ വളരെ കുറച്ച് മാത്രം ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ ഈ കോളേജിൻ്റെ കാര്യത്തിലൊക്കെ അല്ലേ. സീറ്റ്സും വളരെ കുറവായിരിക്കും. നിങ്ങളൊരു +2 കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. വലിയ കോളേജിലായിരിക്കുമല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാർക്കിൻ്റെ ബേസിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് എങ്ങനെയാണ് ഒരു ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആവുക, നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ നിങ്ങളെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യങ്ങളല്ല. അവരോടുള്ള ഇൻട്രാക്ഷൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് CUET UG എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ സിലബസും ഒക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.